ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെറുപഴം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇതിനായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പഴുത്ത ചെറുപഴമാണ് വേണ്ടത്. ഇതിനായിട്ട് ഞാനൊരു 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഇതാ ഈ ഒരു പാത്രത്തിന് ഒരു ബൗള് മൈദ ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു മൈദ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇതാ പഴം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴം നന്നായിട്ട് പഴുപ്പേറിയ പഴമൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നന്നായി പഴുത്ത പഴമാണ് ഇതിലേക്ക് കൂടുതലായിട്ട് തന്നെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതാ 5 പഴം ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് എല്ലാ ഭാഗത്തുനിന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ചളവിൽ അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ കൈ കൊണ്ട് വേണം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം. കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മൈദ അതുപോലെ അപ്പസോഡയും മഞ്ഞൾപ്പൊടിയും എല്ലാതും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ജോയിൻ്റ് ആയിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ മാവൊക്കെ കൂട്ടി വെച്ച ആ ഒരു സമയത്ത് തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട വലിപ്പത്തിൽ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറേ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുണ്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എന്നെ ഒന്ന് വേവിച്ചെടുക്കാതെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ബാച്ചും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ നമ്മുടെ ഈ ഒരു പഴംപൊരി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇതാ ഈ ഒരു ഓയിലിലേക്ക് ഞാനിതാ രണ്ടാമത്തെ ബാച്ച് ഈ ഒരു സ്പൂണിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ടും കുറച്ച് വേണമെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ചട്ടിയിൽ നിന്ന് ഈ ഒരു പഴംപൊരി എടുക്കുന്ന സമയത്ത് തീ കൂട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ എണ്ണയൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. ഇതാ പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. നമുക്ക് അധികം വേവാനൊന്നുമില്ല. ഈ ഒരു മൈദയുടെ വേവല്ലേ ആ ഒരു സമയത്ത് തന്നെ ആയിക്കിട്ടും. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തന്നെയാണ് ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്